കുഞ്ഞു കുഞ്ഞു ജോലികളിലൂടെ പ്രകൃതിയെ അവർ അടുത്തറിയുന്നു. കൂട്ടുകൂടുന്നതിലൂടെയും പങ്കുവെക്കുന്നതിലൂടെയും ഓരോ കുട്ടിയും നേടുന്നത് സാമൂഹിക വൈകാരിക വികാസമാണ്. അങ്കണവാടി പകരം വെക്കാനില്ലാത്ത ബാല്യാനുഭവം. ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ 1000 ദിവസങ്ങളിലെ വളർച്ചയും വികാസവുമാണ് ജീവിതത്തിന് അടിത്തറയാകുന്നത്. എൻ്റെ പേര് ഗോപിക. ഞാൻ 6 മാസം ഗർഭിണിയാണ്. ഗർഭവതി ആയതു മുതൽ ഞാൻ അങ്കണവാടിയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നു. കഴിഞ്ഞ മാസം വെയിറ്റ് എടുത്തപ്പോൾ കുഞ്ഞ് നോർമലായിരുന്നു. പക്ഷേ ഇപ്പോൾ നോക്ക്, മഞ്ഞയിലാണ്. ഇനിയും കുഞ്ഞ് താഴോട്ട് വെയിറ്റ് കുറഞ്ഞാൽ, അതായത് ഈ ചോപ്പിൽ വന്ന അപകടകരമായ അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് കുഞ്ഞിനെ വളരെ ശ്രദ്ധിക്കണം. ആഹാരം എല്ലാ സമയവും കൃത്യമായി കൊടുക്കണം. പിന്നെ അവ ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ക്രമമായ വളർച്ചാ നിരീക്ഷണവും ശരിയായ പോഷണവും അങ്കണവാടിയിലൂടെ മാത്രം. കരുതലും സ്നേഹവും അങ്കണവാടികളിലൂടെ. ഇത് കണ്ടോ മുത്തശ്ശ, പപ്പായ കഴിച്ചാലേ കണ്ണു നന്നായി തിളങ്ങും. കണ്ണു തിളങ്ങുമോ? എന്റെ ടീച്ചർ പറഞ്ഞു തന്നതാ. ആണോ? മുള്ളുണ്ട് മുരുക്കല്ല, പാലുണ്ട് പശുവല്ല. പറയൂ മുത്തശ്ശ. പഴുത്തു നിന്നാൽ മണത്തറിയ. പറയൂ മുത്തശ്ശ. അയ്യേ, മുത്തശ്ശനൊന്നും അറിയില്ല. 2 ചക്കപ്പഴം തന്നെയാ. വേറൊരു മാമ്പഴം. വേഗം വാ മോളെ, 9:30 പ്രാർത്ഥനയ്ക്ക് മുമ്പ് അങ്കണവാടിയിലെത്തണ്ടേ? ഹായ്, നല്ല പഴുത്ത മാമ്പഴം, നല്ല മണം. ബാല്യം അമൂല്യമാണ്. അത് അങ്കണവാടിയിലൂടെ ആകട്ടെ. വളരുന്ന ബാല്യത്തിന് കൂട്ടായി എന്നും അങ്കണവാടി. മനുഷ്യനെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഭാഷയിലൂടെയുള്ള ആശയവിനിമയമാണ്. 6 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ് ഒരു കുട്ടിക്ക് ഭാഷാ വികസനത്തിന് അനുയോജ്യമായിട്ടുള്ളത്.
കഥ, പാട്ട്, ചിത്രവായന തുടങ്ങിയ പ്രവർത്തനങ്ങൾ കുട്ടിയുടെ പദസമ്പത്ത്, ആശയവിനിമയ പാഠവും ഭാവന എന്നിവ വളർത്തുന്നതിന് സഹായിക്കുന്നു. ഇതിനായി കുരുന്നുകൾ അങ്കണവാടിയിലേക്ക്. വളരുന്ന ബാല്യത്തിന് കൂട്ടായി എന്നും അങ്കണവാടി. അമ്മേ, ടീച്ചർ പറഞ്ഞിട്ടുണ്ട് അങ്കൻവാടിയിൽ പൂക്കൾ കൊണ്ടുവരണമെന്ന്. പൂക്കൾ എന്ന ആശയവുമായി ബന്ധപ്പെട്ട് നിരവധി പഠനാനുഭവങ്ങളാണ് അങ്കണവാടിയിൽ നടക്കുന്നത്. ഇന്ന് പൂക്കളെക്കുറിച്ച് പറഞ്ഞുതരാം. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് നിറങ്ങളുടെ ലോകത്തേക്ക് കുട്ടികളെ കൈപിടിച്ചുയർത്തുന്നു. ജമന്തി, ഉറച്ചു പറഞ്ഞേ, ജമന്തി. അതിന്റെ നിറം എന്താ? മഞ്ഞ. മണമുള്ള റോസാപ്പൂ, ചുവന്ന നിറമുള്ള റോസാപ്പൂ, ബാലുടെ മാലുടെ. അങ്കണവാടിയിലേക്ക് കുട്ടികളെ അയക്കൂ. അവർ പ്രകൃതിയെ അറിഞ്ഞു വളരട്ടെ. കുഞ്ഞു മനസ്സുകളിൽ വെളിച്ചവും നിറങ്ങളും പകരാൻ അങ്കണവാടി. ശയ്യ അവലംബരായവരെ പരിചരിക്കുന്നവർക്ക് ആശ്വാസകിരണം പദ്ധതിയിലൂടെ പെൻഷൻ ലഭിക്കുന്നു. കൗമാരക്കാരായ പെൺകുട്ടികൾക്കായുള്ള അഡോളസന്റ് ക്ലബിലൂടെ ക്ലാസുകൾ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം, കൗൺസിലിംഗ് എന്നിവയും പോഷകാഹാരവും നൽകുന്നു. സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും വികലാംഗരായവർക്കും അവരുടെ മക്കൾക്കും വിവാഹ ധനസഹായം 25,000 രൂപ നൽകുന്ന പദ്ധതിയുമുണ്ട്. പുനർവിവാഹിതരാകുന്ന സ്ത്രീകൾക്ക് 25,000 രൂപ ധനസഹായം നൽകുന്നുണ്ട്. മാസത്തിൽ 8 തവണയിലധികം ഡയാലിസിസ് ചെയ്യുന്നവർക്ക് സാമൂഹ്യനീതി വകുപ്പിൽ നിന്നും സമാശ്വാസം പദ്ധതിയിലൂടെ സഹായം നൽകുന്നു. സാമൂഹ്യ സുരക്ഷാ മിഷന്റെ സഹായത്തോടെ ഇത്തരം കുട്ടികൾക്ക് തിരിച്ചറിയൽ കാർഡ് നൽകുന്നു. ഇത് ബസ്സിൽ കൺസെഷൻ ലഭിക്കുന്നതിനും മറ്റ് പല ആനുകൂല്യങ്ങൾക്കും ഉപകരിക്കും. പഞ്ചായത്തിൽ നിന്നും ബ്ലോക്കിൽ നിന്നും പഠനസഹായം ലഭിക്കും. ഗ്രാമസഭയിലാണ് അപേക്ഷ നൽകേണ്ടത്. അങ്കണവാടിയുടെ സേവനം കുട്ടികൾക്ക് മാത്രമല്ല, ഗർഭിണികൾക്കും അമ്മമാർക്കും വയോജനങ്ങൾക്കും കൗമാരക്കാർക്കും പ്രയോജനപ്പെടുത്താവുന്നതാണ്. തീമുകളെ ആസ്പദമാക്കിയുള്ള പഠന പ്രവർത്തനങ്ങളാണ് അങ്കണവാടികളിൽ നടക്കുന്നത്. ഈ മാസം എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്തുവെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇന്ന് വലിയ സന്തോഷത്തിലാണല്ലോ. ആ, ഞാൻ മകന്റെ അംഗനവാടിന്ന് വരിക. ഇന്ന് ECCE ഡേ ആയിരുന്നു. അമ്മമാർക്കുള്ള മീറ്റിംഗിൽ കുട്ടികളിൽ വളരേണ്ട 5 വികാസ മേഖലകളെ കുറിച്ച് എനിക്ക് ബോധ്യായി. അതെന്തെല്ലാമാണ്? ഭാഷാ വികാസം, വൈജ്ഞാനിക വികാസം, ശാരീരിക ചാലക വികാസം, സാമൂഹിക വൈകാരിക വികാസം, ക്രിയാത്മകത, സർഗാത്മകത, ആസ്വാദനം എന്നിവയൊക്കെയാ. ഇതിനായുള്ള പഠന പ്രവർത്തനങ്ങളാണ് അങ്കണവാടികളിൽ നടക്കുന്നത്. കുഞ്ഞുമുഖങ്ങളിൽ പുഞ്ചിരി വിടരാൻ അങ്കണവാടി. നമുക്ക് ഉത്സവം കാണാൻ പോവാം. റെഡി?
കുഞ്ഞുങ്ങൾ എല്ലാം നിരീക്ഷിക്കുന്നു, അനുകരിക്കുന്നു. അവരുടെ ക്രിയാത്മകതയും സർഗാത്മകതയും ആസ്വാദനശേഷിയും വർദ്ധിപ്പിക്കുന്നതിന് അങ്കണവാടി പ്രേരക ശക്തിയാകുന്നു. ശൈശവം ഉത്സവമാക്കാൻ എന്നും അങ്കണവാടി. കളികൾ കേവലം കളികൾ മാത്രമാണോ? കുട്ടികളുടെ സാമൂഹികവും വൈകാരികവുമായ വികാസത്തിന്റെ ഇടങ്ങളാണവ. കുഞ്ഞുമുഖങ്ങളിൽ പുഞ്ചിരി വിടരാൻ അങ്കണവാടി. അങ്കണവാടിയുടെ സേവനം ഗ്രാമപ്രദേശങ്ങളിലും നഗരപ്രദേശങ്ങളിലും മാത്രമല്ല. ഇത് ഇടുക്കി ജില്ലയിലെ ഉൾപ്രദേശമായ കോഴിയിളക്കുടി എന്ന പ്രദേശമാണ്. 270ഓളം മുതുവാന്മാർ 74 കുടുംബങ്ങളിലായി ഇവിടെ താമസിക്കുന്നു. 10 കിലോമീറ്ററോളമുള്ള ദുർഘടമായ കാട്ടുപാതയിലൂടെ 1 മണിക്കൂറിലധികം സഞ്ചരിച്ചാൽ മാത്രമേ ഇവിടത്തെ അങ്കണവാടിയിലെത്താൻ പറ്റൂ. ICDSന്റെ പ്രവർത്തകരായ അങ്കണവാടി വർക്കർമാർ കുട്ടികൾക്ക് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നൽകുക മാത്രമല്ല, കൗമാരക്കാരായ കുട്ടികളെ തുടർ വിദ്യാഭ്യാസത്തിന് പ്രേരിപ്പിക്കുകയും രക്ഷകർത്താക്കൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും യഥാസമയം മെഡിക്കൽ ക്യാമ്പുകൾ, പോഷകാഹാര വിതരണം എന്നിവ നടത്തുകയും ചെയ്യുന്നതിലൂടെ ആ സമൂഹത്തെ ഉന്നതിയിലേക്ക് നടത്താൻ പ്രേരക ശക്തിയായി നിൽക്കുന്നു. കുഞ്ഞുമുഖങ്ങളിൽ പുഞ്ചിരി വിടരാൻ അങ്കണവാടി. തലചരിച്ച് നോക്കണകല്ലേ, കട്ടു തിന്നാൻ പഴുപ് വല്ലതും നോക്കുകയാണോ? കല്ലെടുത്ത പമ്പ കടക്ക് കള്ളനാണു നീ, കറുത്ത കാക്കേ നിങ്ങളെ വല്ലതും തൊട്ടുപോയാൽ കാക്കാ പാടി നിങ്ങളൊന്ന. അങ്കണവാടിയിലൂടെ എത്ര അനായാസമായാണ്
കുട്ടികൾ കാര്യങ്ങൾ ഗ്രഹിക്കുന്നത്. കണ്ടും കേട്ടും തൊട്ടറിഞ്ഞും ഇവിടെ അവർ ഓരോ വിഷയങ്ങളും പഠിക്കുന്നു. അതുവഴി സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും കുട്ടികൾക്ക് കഴിയുന്നു. വളരുന്ന ബാല്യത്തിന് കൂട്ടായി എന്നും അങ്കണവാടി. കുട്ടികളുടെ വികസനത്തിന് സഹായകമായ വിവിധ സങ്കേതങ്ങൾ അങ്കണവാടിയിൽ ഒരുക്കിയിട്ടുണ്ട്. പാട്ടുപാടിയും കഥകൾ പറഞ്ഞും കടങ്കഥകൾക്ക് ഉത്തരം കണ്ടെത്തിയും കുട്ടികളുടെ ഭാഷാതലം വികസിക്കുന്നു. കുഞ്ഞുമുഖങ്ങളിൽ പുഞ്ചിരി വിടരാൻ അങ്കണവാടി. അങ്കണവാടികളിൽ വിവിധ തൊഴിലുകളെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം കുരുന്നുകളെ അവ അനുകരിക്കാൻ അനുവദിക്കുന്നത് അവരുടെ ശാരീരിക ചാലക വികാസത്തിന് പ്രയോജനപ്പെടും. കുഞ്ഞുമുഖങ്ങളിൽ പുഞ്ചിരി വിടരാൻ അങ്കണവാടി. കേരളത്തിൽ 14 ജില്ലകളിലായി 33,115 അങ്കണവാടികളിൽ ഏകദേശം 4 ലക്ഷത്തോളം കുരുന്നുകൾ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നു. കുഞ്ഞുങ്ങളുടെ ആവശ്യവും പ്രകൃതവും പരിഗണിച്ചുകൊണ്ട് അവരുടെ ചുറ്റുപാടുകളെക്കുറിച്ചും ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നതിനുള്ള തീമുകൾ കളിയിലൂടെയും പാട്ടുകളിലൂടെയും ശാസ്ത്രീയമായ പഠന പ്രവർത്തനങ്ങളിലൂടെയും കുരുന്നുകളിലെത്തിക്കുന്നു പ്രത്യേകം പരിശീലനം ലഭിച്ച ഈ അങ്കണവാടി പ്രവർത്തകർ. ഓരോ കുരുന്നുകൾക്കും ലഭിക്കുന്ന പ്രത്യേകമായ പരിഗണനയിലൂടെ അവർ നാളത്തെ ലോകത്തിന്റെ മുഖമാകുന്നു. ഭാവി വാഗ്ദാനങ്ങളെ വാർത്തെടുക്കാൻ അങ്കണവാടി. ഒരു കുട്ടിയുടെ ദ്രുതഗതിയിലുള്ള മസ്തിഷ്ക വികാസവും ശാരീരിക വളർച്ചയും സംഭവിക്കുന്നത് 3 മുതൽ 6 വയസ്സുവരെയുള്ള കാലഘട്ടത്തിലാണ്. ഇവിടെയാണ് പ്രായാധിഷ്ഠിത ആവശ്യങ്ങൾ മുൻനിർത്തി കുഞ്ഞിന്റെ സമഗ്ര വികസനം കൈവരിക്കാനായി പ്രവർത്തിക്കുന്നത്.